PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാമത്തെ മൊഡ്യൂളിൽ നിന്നും വൈൻഡിങ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് വരുന്നത്. പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ, സർക്കംസ്റ്റാൻസസ് ഓഫ് വൈൻഡിങ് അപ്പ്, അപ്പോയിൻമെൻറ്റ് പവർ ഓഫ് ലിക്വിഡേറ്റർ, ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി, Cancellation of Registration of a Society. ഇത്രയും ടോപ്പിക്സാണ് ഈ മൊഡ്യൂളിൽ വരുന്നത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വൈൻഡിങ് അപ്പ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള ക്ലാസ്സുകൾ, സിലബസ് അനുസരിച്ചുള്ള ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണുന്നതിന് വേണ്ടി Kerafed അസിസ്റ്റൻ്റ് അപ്പെക്സ് സൊസൈറ്റീസ് LDC എന്ന പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്യുക. Winding up of a cooperative society. The competent authority under the Act to wind up or dissolve society is the registrar. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് രജിസ്ട്രാർ ആണ്. അതുപോലെ തന്നെയാണ് ആ സൊസൈറ്റി വൈൻഡിങ് അപ്പ് ചെയ്യാനുള്ള അധികാരവും രജിസ്ട്രാർക്ക് തന്നെയാണ്. Registrar shall wind up the affairs of the society if he is of the opinion that the society ought to be wound up under the following circumstances. താഴെ പറയുന്ന കേസസിലാണ് രജിസ്ട്രാർ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള തീരുമാനമെടുക്കുന്നത്. അതിലൊന്ന്, an enquiry has been held under section 65. KCS ആക്ടിൻ്റെ സെക്ഷൻ 65 പറയുന്നത് എൻക്വയറിയാണ്. 65 പ്രകാരം ഒരു എൻക്വയറി നടത്തുകയും സൊസൈറ്റിയുടെ ഭാഗത്ത് വീഴ്ച കണ്ടെത്തുകയും ചെയ്താൽ രജിസ്ട്രാർക്ക് ആ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ ഇടാം. സെക്ഷൻ 65 എൻക്വയറി 6 മാസത്തേക്കാണ്. 6 മാസത്തിനുള്ളിലാണ് എൻക്വയറി സാധാരണ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. 6 മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കാൻ രജിസ്ട്രാർക്ക് കഴിയും. മാക്സിമം പീരീഡ് എന്ന് പറയുന്നത്, എൻക്വയറി പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ ആണ്. ഇങ്ങനെ എൻക്വയറി നടത്തുകയും സൊസൈറ്റിയുടെ ഭാഗത്ത് തെറ്റ് കണ്ടുപിടിക്കുകയും ചെയ്താൽ രജിസ്ട്രാർക്ക് ആ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ ഇടാം. രണ്ടാമത്തേത്, ആൻ ഇൻസ്പെക്ഷൻ ഹാസ് ബീൻ ഹെൽഡ് അണ്ടർ സെക്ഷൻ 66. സെക്ഷൻ 66 പ്രകാരം ഒരു ഇൻസ്പെക്ഷൻ നടത്തുകയും സൊസൈറ്റിയുടെ ഭാഗത്ത് വീഴ്ച കണ്ടെത്തുകയും ചെയ്താൽ രജിസ്ട്രാർക്ക് സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഓർഡർ ഇടാം. The registrar shall supervise or cause to be supervised by a person authorized by him by general or special order in writing in his behalf the working of every society as frequently as he may consider necessary. സെക്ഷൻ 66 പ്രകാരം സൊസൈറ്റിയുടെ എല്ലാ ബുക്സ് ആൻഡ് റെക്കോർഡ്സും ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. രജിസ്ട്രാർക്കോ രജിസ്ട്രാർ ഓതറൈസ് ചെയ്യുന്ന വ്യക്തിക്കോ ഉണ്ട്. അങ്ങനെ ചെയ്ത് സൊസൈറ്റിയുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച കണ്ടെത്തിയാൽ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാം. മൂന്നാമത്തെ കേസ്, ഓൺ റെസീറ്റ് ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫ്രം നോട്ട് ലെസ് ദാൻ 3/4 ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയിലെ 4/3 മെമ്പേഴ്സ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കുകയും അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്താൽ രജിസ്ട്രാർക്ക് ആ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്തു കൊടുക്കാം. അപ്പോൾ 3 കേസാണ് പറഞ്ഞത്. അൻ എൻക്വയറി ഹാസ് ബീൻ ഹെൽഡ് അണ്ടർ സെക്ഷൻ 65, an inspection has been held under section 66, on receipt of an application from not less than 3/4 of the members of the society. ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപ് ആ സൊസൈറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയനും അതുപോലെ തന്നെ ഫിനാൻസിങ് ബാങ്കുമായിട്ടും ഈ രജിസ്ട്രാർ കൺസൾട്ട് ചെയ്യണം. ബിഫോർ ഡൂയിങ് സോ ഹി ഷുഡ് കൺസൾട്ട് ദ ഫിനാൻസിങ് ബാങ്ക് ആൻഡ് സർക്കിൾ കോഓപ്പറേറ്റീവ് യൂണിയൻ. Registrar shall given an opportunity to the society to state its objection if any. സൊസൈറ്റിക്ക് എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാനുള്ള അവസരം രജിസ്ട്രാർ കൊടുക്കും. രജിസ്ട്രാർ മേ ഹിസ് ഓൺ ഇനിഷ്യേറ്റീവ് ടേക്ക് സ്റ്റെപ്സ് ടു വൈൻഡ് അപ്പ് ദ അഫയേഴ്സ് ഓഫ് ദ സൊസൈറ്റി അണ്ടർ ദ ഫോളോവിങ് സർക്കംസ്റ്റാൻസസ്. രജിസ്ട്രാർക്ക് സ്വമേധയാ ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാം. ഏതൊക്കെ കേസിലാണ് ചോദിച്ചാൽ, ഇഫ് ദ മെമ്പർഷിപ്പ് ഹാസ് ഫോളൻ ബിലോ 25 ഇൻ കേസ് ഓഫ് പ്രൈമറി സൊസൈറ്റി. നമുക്കറിയാം, ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുന്നതിന് മിനിമം 25 ആൾക്കാർ വേണം. ഇങ്ങനെ മെമ്പർഷിപ്പ് 25-ൽ താഴെ വരികയാണെങ്കിൽ രജിസ്ട്രാർക്ക് സ്വമേധയാ ആ സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാം. ഇഫ് ദ മെമ്പർഷിപ്പ് ഹാസ് ഫോളൻ ബിലോ 25 ഇൻ കേസ് ഓഫ് പ്രൈമറി സൊസൈറ്റി.
When the society has not commenced its working within 6 months of its registration unless extension of time granted by the registrar. സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അതിൻ്റെ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഇനി ആപ്ലിക്കേഷൻ കൊടുത്താൽ അല്ലെങ്കിൽ റിക്വസ്റ്റ് കൊടുത്താൽ 6 മാസം കൂടി ആ ഒരു പീരീഡ് രജിസ്ട്രാർ എക്സ്റ്റെൻഡ് ചെയ്തു കൊടുക്കും. ഇങ്ങനെ എക്സ്റ്റൻഷൻ ലഭിക്കാതിരിക്കുകയും 6 മാസത്തിനുള്ളിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി സ്വമേധയാ വൈൻഡപ്പ് ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കുണ്ട്. മൂന്നാമത്തെ കേസ്, when the number of actual workers falls below the prescribed limit in case of a society formed exclusively for the benefit of persons engaged in a particular industry or occupation. ഒരു പ്രത്യേക ഒക്യുപ്പേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഇത്ര മെമ്പേഴ്സ് വേണം എന്നൊരു നിബന്ധനയുണ്ട് എങ്കിൽ, അത്ര മെമ്പേഴ്സ് ഇല്ല എങ്കിലും രജിസ്ട്രാർക്ക് ആ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്യാം. Registrar may his own initiative take steps to wind up the affairs of the society under the following circumstances. First one, if the membership has fallen below 25 in case of primary society. Second, when the society has not commenced its working within 6 months of its registration unless extension of time granted by the registrar. Third, when the number of actual workers falls below the prescribed limit in case of a society formed exclusively for the benefit of persons engaged in a particular industry or occupation. അടുത്തത്, if a proposal for revitalization of a society in respect of which an order has been passed is received by the registrar within a period of 1 year from the date of such order, the registrar may cancel the same and allow the society to continue to exist. വൈൻഡിങ് അപ്പ് ഓർഡർ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് സൊസൈറ്റിക്ക് റീവൈറ്റലൈസേഷനുള്ള ഒരു പ്രൊപ്പോസൽ, അതായത് സൊസൈറ്റി പുനരുദ്ധാരണം ചെയ്യുന്നതിനുള്ള ഒരു ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് കൊടുക്കുകയാണെങ്കിൽ വിത്തിൻ 1 ഇയർ ഫ്രം ദ ഡേറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ സൊസൈറ്റി റീവൈറ്റലൈസേഷനുള്ള ആപ്ലിക്കേഷൻ രജിസ്ട്രാർക്ക് കൊടുക്കുകയാണെങ്കിൽ രജിസ്ട്രാർക്ക് വേണമെങ്കിൽ ഈ വൈൻഡിങ് അപ്പ് ഓർഡർ ക്യാൻസൽ ചെയ്ത് സൊസൈറ്റിയെ വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കാം. എന്നാൽ റീവൈറ്റലൈസേഷൻ പ്രൊപ്പോസൽ ഷാൽ നോട്ട് അപ്ലൈ ഇഫ് ദ വൈൻഡിങ് അപ്പ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ഡ്യൂ ടു ദ സൊസൈറ്റി ഡസ് നോട്ട് ഫങ്ഷനിങ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ ഫങ്ഷനിങ് സ്റ്റാർട്ട് ചെയ്യാത്ത കാരണം കൊണ്ടാണ് രജിസ്ട്രാർ വൈൻഡപ്പ് ചെയ്തതെങ്കിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കില്ല. ഈ റീവൈറ്റലൈസേഷൻ പ്രൊപ്പോസൽ അപ്ലൈ ചെയ്യാൻ കഴിയില്ല. റീവൈറ്റലൈസേഷൻ പ്രൊപ്പോസൽ ഷാൽ നോട്ട് അപ്ലൈ ഇഫ് ദ വൈൻഡിങ് അപ്പ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ഡ്യൂ ടു ദ സൊസൈറ്റി ഡസ് നോട്ട് ഫങ്ഷനിങ് വിത്തിൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ രജിസ്ട്രാർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിലാണ് ഈ റീവൈറ്റലൈസേഷനുള്ള പ്രൊപ്പോസൽ കൊടുക്കേണ്ടത്. അതും കൂടി ഓർക്കണം. ദ പ്രൊപ്പോസൽ ഫോർ റീവൈറ്റലൈസേഷൻ ഓഫ് എ സൊസൈറ്റി ഈസ് പ്രസൻറ്റഡ് ബിഫോർ രജിസ്ട്രാർ വിത്തിൻ 1 ഇയർ ഫ്രം സച്ച് ഓർഡർ. ഇതാണ് ഒരു സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പുമായി നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 71 വൈൻഡിങ് അപ്പിനെ കുറിച്ച് പറയുന്നത്. Winding up of cooperative societies deals in section 71. The competent authority under the act to dissolve the society is registrar. സൊസൈറ്റി ഡിസോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള അധികാരമുള്ളത് രജിസ്ട്രാർക്കാണ്. അടുത്തത് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ. KCS ആക്ടിൻ്റെ സെക്ഷൻ 72 ലിക്വിഡേറ്ററിനെ കുറിച്ച് പറയുന്നത്. A liquidator is a person who is appointed to liquidate the society or to wind up the affairs of the society. വൈൻഡിങ് അപ്പിനുള്ള ഓർഡർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞ് രജിസ്ട്രാർ ഒരു ഓഫീസറെ നിയമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ലിക്വിഡേറ്റർ. ഈ വൈൻഡിങ് അപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇദ്ദേഹത്തെ നിയമിക്കുന്നത്. ലിക്വിഡേറ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ ആൻഡ് ഇഷ്യൂ ഓർഡേഴ്സ് ഫോർ ദ വൈൻഡിങ് അപ്പ് ഓഫ് ദ സൊസൈറ്റി. The registrar is also competent to fix the remuneration for the liquidator. ലിക്വിഡേറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും രജിസ്ട്രാറാണ്. The liquidator shall on appointment take into his custody or under his control all the property and other assets etc. of the society. ഇങ്ങനെ ഒരു ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് ഓർഡറുമായി ബന്ധപ്പെട്ട് ഒരു ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ അസറ്റ്സും ബാക്കി എല്ലാ കാര്യങ്ങളും
കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഈ ലിക്വിഡേറ്റർക്കുണ്ട്. അടുത്തത് പറയാൻ പോകുന്നത് പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററാണ്. ലിക്വിഡേറ്റേഴ്സിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 73. സെക്ഷൻ 73ലും റൂൾ 69ലുമാണ് ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സിനെ കുറിച്ച് പറയുന്നത്. The whole of the assets of a society in respect of which an order of winding up has been made shall vest in the liquidator. ലിക്വിഡേറ്റർ അധികാരം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റിയുടെ അസറ്റ്സും ലയബിലിറ്റീസും എല്ലാം കൈകാര്യം ചെയ്യാനുള്ള അധികാരം ഈ ലിക്വിഡേറ്റർക്കുണ്ട്. Liquidator shall publish a notice requiring all claims against the society to be submitted to him within a period of 2 months. സൊസൈറ്റിയിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് 2 മാസത്തെ സമയം കൊടുത്തുകൊണ്ടുള്ളൊരു നോട്ടീസ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം ലിക്വിഡേറ്റർക്കുണ്ട്. ഫയൽ ദ കേസ് ഫോർ ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യാനും കേസ് നടത്താനുമുള്ള അധികാരം ലിക്വിഡേറ്റർക്കുണ്ട്. To determine the contribution to be made by members, past members, legal heirs, nominees, etc. after setting the assets and liabilities of the society. സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യുന്നതിന് മെമ്പേഴ്സും പാസ്റ്റ് മെമ്പേഴ്സും നോമിനീസും ഒക്കെ എത്ര കോൺട്രിബ്യൂഷൻ കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ലിക്വിഡേറ്റർക്കുണ്ട്. Liquidator shall investigate the claim against the society. Priority in settling the claim shall also be decided by the society. He shall have the power to fix the rate of payment as per the availability of funds. Liquidator സൊസൈറ്റി ആർക്കൊക്കെയാണോ ക്ലെയിം ചെയ്യേണ്ടത് എന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. സൊസൈറ്റിയുടെ ഡിസിഷൻ അറിഞ്ഞ് ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് ലിക്വിഡേറ്റർക്ക് തീരുമാനിക്കാം. അതുമാത്രമല്ല ഫണ്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് പേയ്മെൻറ്റിൻ്റെ റേറ്റ് ഫിക്സ് ചെയ്യാനുള്ള അധികാരവും ലിക്വിഡേറ്റർക്കുണ്ട്. കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ ഷാൽ ബി ഡിസൈഡഡ് ബൈ ലിക്വിഡേറ്റർ. ലിക്വിഡേഷൻ കോസ്റ്റ് ഡിസൈഡ് ചെയ്യുന്ന ആരാണ്? ലിക്വിഡേറ്ററാണ്. ലിക്വിഡേഷൻ്റെ കോസ്റ്റ് ഡിസൈഡ് ചെയ്യാനുള്ള പവർ ലിക്വിഡേറ്റർക്കുണ്ട്. Liquidator shall have the power to decide whether a person is a member, past member, nominee, heir, etc. ആരാണ് മെമ്പർ, ആരാണ് പാസ്റ്റ് മെമ്പർ, ആരാണ് നോമിനി എന്നൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം ലിക്വിഡേറ്റർക്കുണ്ട്. He shall have the authority to carry on the business for the beneficial winding up of the society. സൊസൈറ്റിയെ ഒരു നല്ല വൈൻഡിങ് അപ്പിലേക്ക് നയിക്കാനുള്ള അതോറിറ്റിയാണ് ലിക്വിഡേറ്റർ. He shall have to submit periodical reports to the registrar with regard to the progress of the winding up. വൈൻഡിങ് അപ്പിൻ്റെ പുരോഗതിയെക്കുറിച്ചുള്ള സമയാസമയങ്ങളിലുള്ള പീരിയോഡിക്കൽ റിപ്പോർട്ട് ആർക്ക് സബ്മിറ്റ് ചെയ്യണം? രജിസ്ട്രാർക്ക് സബ്മിറ്റ് ചെയ്യണം. രജിസ്ട്രാർ നിയമിക്കുന്ന ഓഫീസറാണ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നതും രജിസ്ട്രാറാണ്. ലിക്വിഡേഷൻ്റെ കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ലിക്വിഡേറ്ററാണ്. ലിക്വിഡേറ്റർ ക്യാൻ എംപവർ എനി പേഴ്സൺ ടു അസിസ്റ്റ് ഹിം. ലിക്വിഡേറ്ററെ ആരാണ് അസിസ്റ്റ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ലിക്വിഡേറ്ററാണ്. അസിസ്റ്റ് ചെയ്യാനുള്ള വ്യക്തിയെ തീരുമാനിക്കാനുള്ള അധികാരം ലിക്വിഡേറ്റർക്കുണ്ട്. The liquidator can call general body meeting of the members whenever necessary and explain the proceedings taken so far and decide the utilization of balance of fund with him. ജനറൽ ബോഡി വിളിച്ചു ചേർക്കാനുള്ള അധികാരം ലിക്വിഡേറ്റർക്കുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലാസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്നത് ലിക്വിഡേറ്ററാണ്. ഫസ്റ്റ് ജനറൽ ബോഡി വിളിച്ചു ചേർക്കുന്ന ആരാണ്? അത് ചീഫ് പ്രൊമോട്ടറാണ്. ലാസ്റ്റ് ജനറൽ ബോഡി ലിക്വിഡേറ്ററാണ് വിളിച്ചു കൂട്ടുന്നത്. അങ്ങനെ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു കൂട്ടാനുള്ള അധികാരം ലിക്വിഡേറ്റർക്കുണ്ട്. ആ ജനറൽ ബോഡി മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്ന് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊക്കെയാണ് ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ലിക്വിഡേഷൻ പ്രൊസീജിയർ. റൂൾ 69ലാണ് ലിക്വിഡേഷൻ്റെ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്നത്. ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ ആദ്യമേ പഠിച്ചു. ഒരു സൊസൈറ്റി വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യുന്നതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ. ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് രജിസ്ട്രാറാണ്.
Liquidator publish a notice of claims against the society to be submitted within 2 months from the date of publication. Liquidator ഒരു നോട്ടീസ് പബ്ലിഷ് ചെയ്യുന്നു. സൊസൈറ്റിയിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലെയിം ചെയ്യാനുണ്ട് എങ്കിൽ അത് 2 മാസത്തിനുള്ളിൽ അറിയിക്കണം എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് ലിക്വിഡേറ്റർ ഇഷ്യൂ ചെയ്യുന്നു. Liquidator shall settle the assets and liabilities of the society on the date of winding up order. അതിനുശേഷം ലിക്വിഡേറ്റർ ആ ഒരു സൊസൈറ്റിയുടെ അസറ്റ്സ് ലയബിലിറ്റിയും സെറ്റിൽ ചെയ്യുന്നു. ലിക്വിഡേറ്റർ ഡിറ്റർമൈൻസ് ദ കോൺട്രിബ്യൂഷൻ ടു ബി മെയ്ഡ് ബൈ ഈച്ച് ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ്, പാസ്റ്റ് മെമ്പേഴ്സ്, നോമിനീസ് ഓർ ഹയേഴ്സ് ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ ഓർ ബൈ ആൻ ഓഫീസർ ഓർ ഫോമർ ഓഫീസർ. അതിനുശേഷം ഈ ഒരു സൊസൈറ്റിയിലേക്ക് മെമ്പർ, പാസ്റ്റ് മെമ്പർ, നോമിനീസ്, ഡിസീസ്ഡ് മെമ്പറിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഇവരൊക്കെ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്ന് ലിക്വിഡേറ്റർ തീരുമാനിക്കുന്നു. ലിക്വിഡേറ്റർ ഷുഡ് സബ്മിറ്റ് ദ ക്വാർട്ടർലി പ്രോഗ്രസ് റിപ്പോർട്ട് സ്റ്റേറ്റിംഗ് ദ പ്രോഗ്രസ് മെയ്ഡ് ഓൺ ദ വൈൻഡിംഗ് അപ്പ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ വൈൻഡിംഗ് അപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുരോഗതി അറിയിച്ചുകൊണ്ടുള്ള ക്വാർട്ടർലി റിപ്പോർട്ട് രജിസ്ട്രാർക്ക് ലിക്വിഡേറ്റർ അയച്ചു കൊടുക്കുന്നു. Liquidator may, with the sanction of registrar, authorize any person to make collections and issue valid receipts on his behalf. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റെസീറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നതിനും കളക്ട് ചെയ്യുന്നതിനും രജിസ്ട്രാറുടെ സാങ്ഷനോടുകൂടി ലിക്വിഡേറ്റർക്ക് ആരെ വേണമെങ്കിലും നിയമിക്കാം. The registrar shall fix the amount of remuneration, if any, to the liquidator or the charges to be paid to government to meet the cost of liquidation. Such charges shall be included in the cost of liquidation, which shall be payable in priority to all other claims. രജിസ്ട്രാർ ലിക്വിഡേറ്ററിൻ്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുകയും ലിക്വിഡേഷൻ്റെ കോസ്റ്റ് ലിക്വിഡേറ്റർ ഡിസൈഡ് ചെയ്യുകയും ചെയ്യുന്നു. മറ്റേതെങ്കിലും ഒരു ക്ലെയിം സെറ്റിൽ ചെയ്യുന്നതിന് മുൻപേ ഈ 2 എക്സ്പെൻസസും സെറ്റിൽ ചെയ്യണം. ലിക്വിഡേറ്റർ ഷാൽ ഡെപ്പോസിറ്റ് ഓൾ ഫണ്ട്സ് ഇൻ ഹിസ് ചാർജ് ഇൻ പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് ഓർ ഫിനാൻസിംഗ് ബാങ്ക് ഓർ ഇൻ എനി അതർ ബാങ്ക് ആസ് അപ്രൂവ്ഡ് ബൈ ദ രജിസ്ട്രാർ. ദ ഡെപ്പോസിറ്റ് ഷാൽ ബി ഇൻ ദ നെയിം ഓഫ് ദ ലിക്വിഡേറ്റർ ഇൻ ഹിസ് ഒഫീഷ്യൽ കപ്പാസിറ്റി. ലിക്വിഡേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഫണ്ട് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഓഫീസ് സേവിംഗ് ബാങ്ക് അല്ലെങ്കിൽ ഫിനാൻസിംഗ് ബാങ്ക് അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ബാങ്കിൽ ലിക്വിഡേറ്ററിൻ്റെ പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അടുത്തത് ലിക്വിഡേറ്റർ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും വൈൻഡിംഗ് അപ്പിൻ്റെ പ്രോഗ്രസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യുന്നു. He shall summarize the proceedings and take a decision regarding utilization of the surplus fund, if any. The undischarged liabilities, if any, is to be deposited in the financing bank for giving it to the claimant on future date. Undischarged liabilities ഉണ്ടെങ്കിൽ അത് ഫിനാൻസിംഗ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. The liquidator shall complete the winding up of proceedings within a period of 3 years from the date of his appointment. ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് 3 വർഷത്തിനുള്ളിലാണ് ഈ ലിക്വിഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടൻ്റ് ആണ്, വിത്തിൻ 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് അപ്പോയിൻമെൻറ്റ്. ദ രജിസ്ട്രാർ ക്യാൻ റിമൂവ് എ ലിക്വിഡേറ്റർ അറ്റ് എനി ടൈം ഫോർ ഗുഡ് ആൻഡ് സഫിഷ്യൻറ്റ് റീസൺസ്. ഓൺ സച്ച് റിമൂവൽ ദ രജിസ്ട്രാർ മേ അപ്പോയിൻറ്റ് അനദർ പേഴ്സൺ ആസ് ലിക്വിഡേറ്റർ. രജിസ്ട്രാർക്ക് എപ്പോൾ വേണമെങ്കിലും ലിക്വിഡേറ്ററെ തക്കതായ കാരണമുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അതുപോലെ പുതിയ ലിക്വിഡേറ്ററെ നിയമിക്കുവാനും കഴിയും. അടുത്തത് ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് വൗണ്ട് അപ്പ് സൊസൈറ്റി. വെൻ ദ അഫയേഴ്സ് ഓഫ് എ സൊസൈറ്റി ഹാവ് ബീൻ ഫൈനലി വൗണ്ട് അപ്പ്, ദ ലിക്വിഡേറ്റർ ഈസ് ടു കീപ്പ് ഇൻ ഹിസ് ഓഫീസ് ഓൾ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് ഫോർ എ പീരീഡ് ഓഫ് 3 years. On expiry of this period, the same may be destroyed by the liquidator on taking orders to that effect from the registrar. ലിക്വിഡേറ്റർ 3 വർഷത്തേക്ക് ലിക്വിഡേറ്റ് ചെയ്ത അല്ലെങ്കിൽ വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സൊസൈറ്റിയുടെ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് 3 വർഷത്തേക്ക് സൂക്ഷിച്ചു വെക്കണം. 3 വർഷം കഴിഞ്ഞാൽ രജിസ്ട്രാറുടെ സാങ്ഷനോട് കൂടി ലിക്വിഡേറ്റർക്ക് ഈ ബുക്സ് ആൻഡ് റെക്കോർഡ്സ് എല്ലാം ഡിസ്ട്രോയ് ചെയ്യാം. അടുത്തത് ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം രജിസ്ട്രാർക്കാണ്. സൊസൈറ്റി രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരവും രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അധികാരവും രജിസ്ട്രാർക്കാണ്. രജിസ്ട്രാർ ഷാൾ ബൈ ആൻ ഓർഡർ ഇൻ റൈറ്റിംഗ് ക്യാൻസൽ ദ രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി അണ്ടർ ദ ഫോളോവിങ് സർക്കംസ്റ്റാൻസസ്.
താഴെ പറയുന്ന സാഹചര്യങ്ങളിലാണ് രജിസ്ട്രാർ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുന്നത്. When no liquidator has been appointed under Section 72 after 2 months from the date of such order. വൈൻഡിംഗ് അപ്പ് ഓർഡറിന് ശേഷം 2 മാസത്തിനുള്ളിൽ ലിക്വിഡേറ്ററെ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലെങ്കിൽ രജിസ്ട്രാർക്ക് ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. If the registrar satisfies that the final winding up of a society is not possible on account of the destruction of the records. ആ സൊസൈറ്റിയുടെ റെക്കോർഡ്സ് എല്ലാം നശിപ്പിക്കപ്പെട്ടു, പ്രോപ്പറായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലും സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലും രജിസ്ട്രാർക്ക് സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാം. When the liquidator has been appointed and the affairs of the society have been wound up. ലിക്വിഡേഷൻ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, അവസാനം രജിസ്ട്രാർക്ക് ആ സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ക്യാൻസൽ ചെയ്യാം. ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് വൈൻഡിംഗ് അപ്പ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, പ്രൊസീജിയർ ഫോർ ലിക്വിഡേഷൻ, സർക്കംസ്റ്റാൻസസ് ഓഫ് വൈൻഡിംഗ് അപ്പ്, അപ്പോയിൻമെൻറ്റ് പവർ ഓഫ് ലിക്വിഡേറ്റർ, ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് വൈൻഡിംഗ് അപ്പ് ഓഫ് എ സൊസൈറ്റി, ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. ആ ഒരു മൊഡ്യൂൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്